ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അവിൽ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ അവിലൊന്ന് കുതിർത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ അവിൽ ഒരു ബൗളിലേക്ക് ചേർത്തിട്ട് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഇത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും അവിൽ നല്ല പോലെ കുതിർന്ന് കിട്ടും. അപ്പം ഞാനിവിടെ ബ്രൗൺ കളറിലുള്ള ഈ ഒരു അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെളുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിനായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും അവിൽ നമുക്ക് പിഴിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കറക്കിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കരുത് കേട്ടോ, ഒന്നങ്ങോട്ട് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 പിടി മല്ലിയില അരിഞ്ഞത് ചേർക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ 1 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 തണ്ട് കറിവേപ്പില അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് കേട്ടോ. ഞാനിവിടെ പുഴുങ്ങി ഉടച്ച 1/4 കപ്പ് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരം മുളക് പൊടിയാണെങ്കിലും മതി, പക്ഷെ ഇങ്ങനെ ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതായത് ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കടലമാവ് നമ്മൾ ചേർക്കുന്നത് ഈ ഒരു സ്നാക്ക് റെഡിയായി കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാൻ, നന്നായിട്ടൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് പകരം അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കടലമാവാണെങ്കിലാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിവിടെ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ മുക്കി പൊരിക്കൊന്നും വേണ്ട കേട്ടോ, ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ മുക്കി പൊരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു കടലമാവൊക്കെ വെന്ത് കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഈ സവാളയും പച്ചമുളകൊക്കെ നമ്മൾ നേരിട്ടാണല്ലോ ചേർത്തിട്ടുള്ളത്, അതൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് അവിൽ കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്